പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഏതൊരു കാര്യവും പൂർണ്ണതയിലെത്തുവാൻ അല്പകാലത്തേക്കുള്ള സഹനങ്ങൾ ആവശ്യമാണ്. ഈ അല്പകാലത്തിലൂടെ ദൈവം നമ്മളെയും ഒരുക്കി വാർത്തെടുക്കുന്നുണ്ട്. ഇന്ന് അന്യം നിന്നു പോയതും പഴയ ബാല്യകാല സ്മരണകളിൽ നിറം മങ്ങാതെ നിൽക്കുന്ന ഒന്നാണ് ഇരുമ്പ് ഉരുക്കി വാർക്കുന്ന ആലയിലെ കൊല്ലൻ്റെ ജീവിതം. ആലയിൽ ജോലി ചെയ്യുന്ന കൊല്ലൻ തീ ഉപയോഗിച്ച് ഇരുമ്പിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ആലയിലെ പൊള്ളുന്ന ചൂട് സഹിച്ചുകൊണ്ട് ദിവസങ്ങൾ നീളുന്ന അധ്വാനത്തിനൊടുവിൽ ശുദ്ധി ചെയ്തെടുത്ത ഇരുമ്പിനെ കൊല്ലൻ ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് മെനഞ്ഞെടുക്കുന്നത് പോലെ നമ്മുടെയും ജീവിതങ്ങളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാൻ ദൈവം അല്പകാലത്തെ സഹനങ്ങളെ അനുവദിച്ചു തരും. എല്ലാറ്റിനും ഒടുവിൽ നമ്മളെ പൂർണ്ണരാക്കി വിശ്വാസത്തിൽ സ്ഥിരതയും ശക്തിയും ഉള്ളവരാക്കി കർത്താവ് മാറ്റും. നമ്മളും ഇന്ന് കടന്നു പോകുന്ന അല്പകാലത്തെ സഹനങ്ങളെ പ്രതി നിരാശപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായി നമ്മളെ തന്നെ വിശ്വാസത്തിൽ ഒരുക്കുവാൻ ഈ കാലഘട്ടത്തെ നമുക്കും പ്രയോജനപ്പെടുത്താം. നമ്മുടെ സഹനവേളകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുക. എല്ലാറ്റിനും അവസാനം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കാണാനും അനുഭവിക്കുവാനും കർത്താവ് നമ്മളെ ഒരുക്കും എന്നുള്ളത് തീർച്ചയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.